everybody, welcome to Dr. Malavika's Muktida Ayurveda. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും. അത്യന്തം പ്രധാനപ്പെട്ടതും അതിലേറെ സെൻസിറ്റീവുമായൊരു ടോപ്പിക്കാണ് യങ്സ്റ്റേഴ്സിലുണ്ടാവുന്ന പോണോഗ്രാഫി അഡിക്ഷൻ. തുറന്ന മനസ്സോടെ സംസാരിക്കാം, വിമർശനങ്ങളില്ലാതെ. ആദ്യം നമുക്ക് സയൻസ് പറഞ്ഞു തന്നെ തുടങ്ങാം. പോണോഗ്രാഫി വീഡിയോസ് അമിതമായി കാണുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് എന്താണ്? നമ്മളുടെ ബ്രെയിൻ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എസ് പ്ലഷർ ഹോർമോൺ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. അമിതമായി ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഈ ഡോപ്പമൈൻ്റെ അളവ് അനിയന്ത്രിതമായി കൂടുന്നു. ഈ അമിതമായ സുഖം അല്ലെങ്കിൽ ഈ എക്സസ് പ്ലഷർ നമുക്ക് അത്യാവശ്യമായി മാറുന്നു. വേറെയുള്ള കുഞ്ഞു കുഞ്ഞു സുഖങ്ങളും സന്തോഷങ്ങളും പ്ലഷറും ഒന്നും നമുക്ക് മതിയാവുന്നില്ല. അടുത്തതായി നമ്മളുടെ മൈൻഡിനെയും ഫോക്കസിനെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. അമിതമായി ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ, മെമ്മറി, ഇമോഷണൽ കണക്ഷനെയൊക്കെ സാരമായി ബാധിക്കുന്നു. ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് പഠിത്തത്തിൽ പിന്നോട്ട് പോകുന്നു, ജോലിയിൽ മുന്നേറാൻ പറ്റാതെ ആവുന്നു, സോഷ്യലി വിത്ഡ്രോൺ ആവുന്നു. അതായത് ഒരു ഫങ്ഷൻ, ഒരു പാർട്ടി അല്ലെങ്കിൽ പുറത്തു നിന്നും നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ കാണുമ്പോൾ അവർക്ക് അഭിമുഖീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ അടച്ചിരുന്ന് എങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അവർ വളരെയധികം ഇതിലേക്ക് അഡിക്റ്റഡായി മാറുന്നു. അതുമൂലം കുറേ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുന്നു. ലവിനെ പറ്റി, ബോഡീനെ പറ്റി, റിലേഷൻഷിപ്സിനെ പറ്റി. ഞാനൊരു 90s കിഡാണ് കേട്ടോ. നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ ഫോൺ കിട്ടിയത് ഒരു +2 കഴിഞ്ഞ് കോളേജ് കയറിയ ടൈമിലൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ തലമുറ ജനിച്ച് വീഴുമ്പോഴേ അവർ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് വാശി പിടിക്കാതിരിക്കുവാനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഫോണാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്സസ് ഫോണിലേക്ക് ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും മുതിർന്നു വരുമ്പോൾ പോലും അവർ വളരെയധികം ജഡ്ജ്മെൻ്റലാണ്, കൺഫ്യൂസ്ഡ് ആണ്. ഈവൻ ലവ്, റിലേഷൻഷിപ്സ് ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം തെറ്റായ ധാരണകൾ അവർക്കുണ്ട്. പണ്ടത്തെ തലമുറയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ തലമുറകൾക്ക് അതിലേക്കുള്ള ആക്സസ് കൂടിയെന്ന് നിങ്ങൾ ഓർക്കണം. മെറൈറ്റൽ ലൈഫ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെയധികം തകർക്കുന്ന ഒരു കാര്യമാണ് ഈ പോൺ അഡിക്ഷൻ. ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇൻറ്റിമസി, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇൻറ്റിമസിനെ ഇത് തകർക്കുന്നു. പല വിവാഹിതരായ പുരുഷന്മാർക്കും ലൈംഗികത അല്ലെങ്കിൽ സെക്സിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്നു. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പം അവരുടെ തെറ്റിദ്ധാരണ അവരുടെ പാർട്ട്ണറുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇടവരുത്തുന്നു. അവരുദ്ദേശിക്കുന്ന സെക്ഷൽ പ്ലഷറിൻ്റെ ഡ്യൂറേഷൻ അതൊന്നും ഇവർക്ക് തികയാതെ വരുന്നത് പോലെ തോന്നും. മിക്ക പുരുഷന്മാർക്കും കല്യാണം കഴിക്കുന്നതിന് അല്ലെങ്കിൽ കല്യാണം ഡിലേ ചെയ്യാനുള്ളൊരു റീസൺ ഈ പോൺ അഡിക്ഷൻ തന്നെയാണ്. അവർ പോലും അറിയാതെ അത് അവരിലൊരു പേടി ഉണ്ടാക്കുകയാണ്. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ, അങ്ങനെയുള്ളൊരു മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഒക്കെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് റേപ്പ് കേസസും ക്രൈംസും പോക്സോ കേസസും ഒക്കെ. അങ്ങനെയുള്ളവരൊക്കെ മിക്കവരും സെക്ഷൽ പെർവേർട്സ് ആയിരിക്കും കേട്ടോ. സെക്ഷൽ പെർവേർട്സ് അല്ലെങ്കിൽ ഈ പെർവേർട്ടിസം എന്താണെന്നതിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് മിക്ക ആളുകൾക്കും അതിനെപ്പറ്റി ഒരു അറിവില്ല. സോ അങ്ങനെയുള്ള സെക്ഷൽ പെർവേർട്സിനെ വാർത്തെടുക്കുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ തന്നെയാണ് കേട്ടോ. എങ്ങനെയുള്ള പോൺ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നവരിലാണ് ഇങ്ങനെയുള്ള വൈകാരികമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുമൂലം വളരെയധികം ക്രൈംസും നമ്മുടെ സൊസൈറ്റിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോൺ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രണയമോ സ്നേഹമോ ലവോ ഒന്നുമല്ല. അതൊരു ഡൊമിനൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉപഭോഗ വസ്തുവായി നമുക്ക് കാണാം എന്നാണ് നമ്മളെ പോൺ വീഡിയോസ് പഠിപ്പിക്കുന്നത്. വളരെ സ്മൂത്ത് ലവിങ് ആയിട്ടുള്ളതൊന്നുമല്ലല്ലോ. അതിൽ തന്നെ അത്യാവശ്യം വയലൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് കുടുംബങ്ങളിൽ വന്നിട്ട് പാർട്ട്ണറുമായിട്ട് അത് പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ലാത്ത ഒരു പാർട്ട്ണറിനോട് നമ്മൾ ചെയ്യുന്നത് ലൈക്ക് ഒരു മെൻ്റൽ ട്രോമയായിരിക്കും. അത് സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ കൂടെയാണ് സാരമായി ബാധിക്കുന്നത്. കുറേയധികം മിത്ത് അല്ലെങ്കിൽ മിഥ്യാധാരണകൾ പോൺ വീഡിയോസിനെ പറ്റിയുണ്ട് കേട്ടോ. ചില തെറ്റായ ധാരണകൾ നമുക്ക് മാറ്റാം. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ഫൺ, നോ ഹാം. ഇത് ജസ്റ്റ് ഒരു ഫണ്ണല്ലേ, ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ റൂമിൽ തന്നെ അടച്ചിരുന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ വേറെ ആർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് റോങ്. ഇറ്റ് റീവയേഴ്സ് യുവർ ബ്രെയിൻ. അത് തെറ്റാണ്.
നമ്മളുടെ ബ്രെയിൻ വളരെ നോർമലായിട്ട് ചിന്തിക്കുന്നതാണെങ്കിൽ അത് റീവയർ ചെയ്ത് ഇങ്ങനെയുള്ള കുറേ മിസ്കൺസെപ്റ്റ്സ് നമ്മളുടെ തലച്ചോറിൽ കുത്തി നിറയ്ക്കപ്പെടുകയാണ്. വേറെ ചിലരുടെ പക്ഷം ഇറ്റ് റിലീവ്സ് സ്ട്രെസ് എന്നാണ്. സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതെ, ടെമ്പററി റിലീഫ് മാത്രമാണ്, പക്ഷേ ഒരു പെർമനൻറ്റ് ഡാമേജ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഇത് കാരണം ഉണ്ടാകുക. മൂന്നാമതൊരു പക്ഷക്കാരുണ്ട്, ഈ ലോകത്ത് ആരെ ഇതൊന്നും കാണാത്തവർ, എവ്രി വൺ വാച്ചസ് ഇറ്റ്. അങ്ങനെയാണ് നമ്മളുടെയൊക്കെ ചിന്താഗതി. പക്ഷെ അല്ല കേട്ടോ, ഇതൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ളത്. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നും മാറുക അല്ലെങ്കിൽ ഹീലാവുക? റീപ്ലേസ് സ്ക്രീൻ ടൈം വിത്ത് റിയൽ ഹോബീസ്. നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെയുള്ള വീഡിയോസും ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് റിയൽ ഹോബീസ് വെച്ച് അത് റീപ്ലേസ് ചെയ്യാം. യോഗ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്ക്സ്, പെയിൻറ്റിങ്സ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. മ്യൂസിക്, ഡാൻസ്, അല്ലെങ്കിൽ പുറത്ത് പോവുക, ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. രണ്ടാമതായി, പ്രാക്ടീസ് ബ്രഹ്മചര്യ ഓർ സെൽഫ് കൺട്രോൾ. കൺട്രോൾ യുവർ ഓൺ തോട്ട്സ്. ബ്രഹ്മചാരി ആവണം, ഋഷി ആവണം എന്നൊന്നുമല്ല ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ തോട്ട്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. റീസെൻ്റ്ലി ഷൈൻ ടോം ചാക്കോയുടെ തിരിച്ചുവരവിനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണല്ലേ ഇപ്പം. അതായത് ഇൻ്റർവ്യൂ ഒക്കെ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിനോട് നല്ല രീതിയിൽ നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നൊരു മൊമെൻ്റാണത്. കാരണം വളരെ നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹം വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നു ഡ്രഗ്സിനോട്. തിരിച്ചറിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ. അതുപോലെ നമ്മുടെ തോട്ട്സ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിലേക്ക് അഡിക്റ്റഡായി മാറുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യുവാൻ പഠിക്കുക. സ്പീക്ക് ടു എ മെൻറ്റർ, കൗൺസിലർ ഓർ എ സ്പിരിച്വൽ ഗൈഡ്. മെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളാവാം, നമ്മളുടെ ടീച്ചേഴ്സ് ആവാം, നമ്മളുടെ പേരൻസ് ആവാം, നമ്മുടെ ബ്രദറോ സിസ്റ്റേഴ്സോ ആര് വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷനുള്ള ഒരു കൗൺസിലർ, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആരുമാകാം. അതുമല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ഗൈഡ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മളുടെ സ്പിരിച്വലി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ആകാം. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുക, നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ പങ്കിടുക, അതുപോലെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. അടുത്തത്, ഡീടോക്സ് യുവർ ഫോൺ, റിമൂവ് ആക്സസ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്. നമ്മളുടെ ഫോണിൽ അതിലേക്ക് കയറാൻ പറ്റുന്ന ലിങ്കുകൾ, അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെർമനൻ്റ്ലി നമുക്ക് അതിനോടുള്ള ആക്സസ് ഡിലീറ്റ് ചെയ്യുക. ഫൈനലി, നിങ്ങളിൽ ഒരാളോ ഇതുമായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഷെയിം ദം, ഡോണ്ട് ബ്ലെയിം ദം. അവരെ നിങ്ങൾ മനസ്സിലാക്കുക, കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, അവരെ ഹീൽ ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുക. റിയൽ ഇൻറ്റിമസി ഈസ് ബിൽറ്റ് ഓൺ ലവ്, നോട്ട് ലെസ്റ്റ് എന്നാണ്. അതായത് ശരിക്കുമുള്ള അടുപ്പം പ്രണയത്തിലും സ്നേഹത്തിലുമൊക്കെയാണ്, അല്ലാതെ കാമത്തിൽ മാത്രമല്ല. ലെറ്റ് us പ്രൊട്ടക്റ്റ് അവർ യൂത്ത്, റിലേഷൻഷിപ്സ് ആൻഡ് ഇന്നർ പ്യൂരിറ്റി. നമുക്ക് നമ്മളുടെ യുവതയെ, നമ്മളുടെ ബന്ധങ്ങളെ, നമ്മുടെ ഉള്ളിലെ പരിശുദ്ധമായ മനസ്സിനെ സംരക്ഷിക്കുക. So break the cycle, calm your mind and reconnect with your soul. DM me at my Instagram page Muktida Ayur for online consultations, psychology counseling and personalized diet plan. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി.